ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം വരെയുള്ള ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ഡിമാൻഡ് എന്ന് പറയുന്ന പോർഷനാണ്. ഡിമാൻഡിനെ കുറിച്ചുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്ന ആശയത്തിനെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നമുക്കൊരു വസ്തുവിനോട് ഒരു ഡിസയർ വരുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ആ വസ്തുവിനോട് ഒരു ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഇവിടെ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നതിനെ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യോജിച്ച് വരണം. അതായത് ഡിസയർ, അതേപോലെ തന്നെ വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഡിമാൻഡ് എന്നുള്ളത് എക്കണോമിക്സിൽ അർത്ഥമാക്കുന്നുള്ളൂ. എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ആണെങ്കിലാണ് എന്ത് വരുള്ളൂ, ഡിമാൻഡ് വരികയുള്ളൂ. നമുക്കൊരാൾക്ക് വെറുതെ ഒരു ആഗ്രഹം വന്നതുകൊണ്ട് ഒരിക്കലും ഡിമാൻഡ് എന്നുള്ളത് വരണമെന്നില്ല. നിങ്ങൾക്കൊരു ചായ കഴിക്കണം, നിങ്ങൾക്കൊരു ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം വന്നാൽ അത് ഡിമാൻഡ് ആവില്ല. എന്നാൽ ആ ഡിമാൻഡിനോടൊപ്പം എന്തും കൂടി ചേരണം, വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടർ ഉള്ളവരാണ്. നിങ്ങളിൽ തന്നെ പലരും വ്യത്യസ്ത ക്യാരക്ടർ ഉള്ളവരായിരിക്കാം, അല്ലേ? ചിലർ പൈസ ചിലവഴിക്കാൻ മടിയുള്ളവരുണ്ടായിരിക്കും. എന്നാൽ ചില കുട്ടികൾ എന്താണ്, വല്ല ജ്യൂസ് കഴിക്കാൻ പോകുമ്പോൾ അത് കഴിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പൈസ കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുമായിരിക്കും. നിങ്ങൾ പലരും ചിലർ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ചിലർ അങ്ങനെ ഉണ്ടാവാം. നമുക്ക് നോക്കാം. ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. നിങ്ങളൊരു ഒരു പിശുക്കൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. സപ്പോസ് നിങ്ങൾ ക്യാമ്പസ് ഷോപ്പിൽ പോയിട്ട് ജ്യൂസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു മൈസറായിട്ടുള്ള, ഒരു പിശുക്കനായിട്ടുള്ള അല്ലെങ്കിൽ പിശുക്കത്തിയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അവൾ അല്ലെങ്കിൽ അവന് ആ ജ്യൂസ് കുടിക്കണം എന്നുണ്ട്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്, എബിലിറ്റി ടു പേ ഉണ്ട്. എബിലിറ്റി ടു പേ എന്ന് ഉദ്ദേശിച്ചത് കൊടുക്കാനുള്ള പൈസയും കയ്യിലുണ്ട്. പക്ഷേ എന്തില്ല, വില്ലിനെസ് ടു പേ ഇല്ല. വില്ലിനെസ് ടു പേ എന്ന് പറയുന്നത് പൈസ കൊടുക്കാനുള്ള, കടയിൽ നിന്ന് ജ്യൂസ് കഴിച്ചാൽ, ക്യാമ്പസ് ഷോപ്പിൽ നിന്ന് ജ്യൂസ് കഴിച്ചാൽ ആ ജ്യൂസ് കഴിച്ചതിനുള്ള പൈസ കൊടുക്കാനുള്ള മനസ്സില്ല. ആ മനസ്സില്ലാത്തത് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഡിമാൻഡ് ആവില്ല. നിങ്ങളൊരു ബെഗറിൻ്റെ കാര്യം എടുക്കുക. ബെഗർ അല്ലേ, ഭിക്ഷക്കാരൻ. ആ ഭിക്ഷക്കാരന് വലിയൊരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ വലിയൊരു വീടുണ്ടാക്കണം, ഒരു കാറ് നേടിയെടുക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ സൗകര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ട്. വില്ലിനെസ് ടു പേ ഉണ്ട്, അയാൾക്കത് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാനുണ്ട്. പക്ഷേ ഒരു യാചകനെ സംബന്ധിച്ച്, ഇപ്പോഴത്തെ യാചകരുടെ കാര്യമല്ല കേട്ടോ, പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു യാചകരുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ യാചകക്കാരൊക്കെ ഭയങ്കര പണക്കാരാണ്. അപ്പോൾ അല്ലെങ്കിൽ അന്നത്തെ യാചകക്കാരുടെ അല്ലെങ്കിൽ ഭിക്ഷക്കാരുടെ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ബെഗേഴ്സിൻ്റെ കയ്യിൽ എന്തില്ല, എബിലിറ്റി ടു പേ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും അതെന്താവില്ല, ഡിമാൻഡ് ആവില്ല. അപ്പോൾ ഡിമാൻഡ് എന്നുള്ളതിൻ്റെ മീനിങ് എന്ത് പറയാം? ഇൻ എക്കണോമിക്സ് ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. വില്ലിനെസ് ടു പേയും എബിലിറ്റി ടു പേയും അതേപോലെ ഒരു ഡിസയറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക്സിൽ എന്താകുന്നുള്ളൂ, ഡിമാൻഡ് ആകുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ഡിമാൻഡ്, ബഡ്ജറ്റ് ലൈൻ കഴിഞ്ഞാൽ, കൺസ്യൂമർ ഇക്വിലിബ്രിയം കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡാണ്. നമ്മൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ് ഫങ്ഷൻ, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി എന്താണെന്ന് നോക്കാം. നമുക്കൊരു വസ്തുവിനുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിയോടുള്ള ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ഞാൻ തിയറി ബോർഡിൽ എഴുതിയിട്ടുണ്ട്. Demand for a commodity is the quantity of a commodity that the consumer willing to buy in a given period of time at a given price.
ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനെന്താണോ വിലയുള്ളത് ആ വിലയ്ക്കനുസരിച്ച് ആ കൊമോഡിറ്റി വാങ്ങിക്കാനുള്ള ആ വില്ലിനെസ് ടു ബൈ, ആ വാങ്ങിക്കാനുള്ള അയാളുടെ ആ മനസ്സിനെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രവണതയെ എന്തെന്ന് വിളിക്കാം? ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി, ഒരു കൊമോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് വിളിക്കാം. ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള വില, ഇപ്പോഴത്തെ സമയവും സന്ദർഭവും അനുസരിച്ച് മാർക്കറ്റിൽ എന്താണോ പ്രോഡക്റ്റിന് വിലയുള്ളത് ആ വിലയ്ക്കനുസരിച്ച് ഒരു കൺസ്യൂമർ ആ പ്രോഡക്റ്റിനെ കൊടുക്കാവുന്ന അല്ലെങ്കിൽ അതിനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി എന്ന് വിളിക്കുന്നു. അടുത്തതാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഡിമാൻഡ് ഫങ്ഷൻ, it is a functional relationship between demand and determinants of demand. ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. ഡിമാൻഡ് ഫങ്ഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? നിങ്ങൾ എന്തെല്ലാം നോക്കാറുണ്ട് അല്ലേ? സപ്പോസ് നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തെല്ലാമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? ആലോചിച്ച് നോക്കിയണ്ട. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ വില നോക്കും അല്ലേ? പ്രൈസസ് ഓഫ് ദ കമോഡിറ്റി. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്മുടെ കയ്യിലുള്ള വരുമാനം, ഇൻകം എത്രയുണ്ടെന്ന് നോക്കും. ദെൻ നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ താല്പര്യം, അതേപോലെ നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ അതിനോടുള്ള താല്പര്യം, ആ വസ്തുവിനോടുള്ള നമ്മുടെ ഇഷ്ടവും അതേപോലെ താല്പര്യവും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതേപോലെ തന്നെ എന്താ, ക്വാളിറ്റി നോക്കാറില്ലേ പലരും? ഒരു വസ്തുവിനെ ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഇൻകം, പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഉണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, പ്രിഫറൻസസ് ഉണ്ട്, ദെൻ പ്രൈസസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അടുത്തൊരു ഭാഗത്ത് വിശദീകരിച്ചു തരാം. പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ട്, പ്രൈസസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ് ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, കുറേ പോയിന്റുകളുണ്ട്. ഒരു വസ്തു നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ധാരാളം പോയിന്റുകളുണ്ട്. ഈ ഡിമാൻഡും അങ്ങനെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. ഡിമാൻഡ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ എന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ അടുത്തതാണ്, നമ്മൾ മീനിങ് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഡിമാൻഡ് എന്നുള്ളതിൻ്റെ മീനിങ് പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഫോർ കൊമോഡിറ്റി പറഞ്ഞു. ദെൻ ഡിമാൻഡ് ഫങ്ഷൻ പറഞ്ഞു. അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ്. മലയാളത്തിൽ എഴുതുന്നവർ ശ്രദ്ധിക്കുക, ചോദന നിയമം എന്ന് പറയും. കുറച്ച് ടഫാണ് മലയാളം. ചോദന നിയമം, ലോ ഓഫ് ഡിമാൻഡ്. അതർ തിങ്സ് റിമൈൻ സെയിം. അതർ തിങ്സ് റിമൈൻ സെയിം എന്നുള്ളതിൻ്റെ മറ്റൊരു പേരുണ്ട് സെറ്റീരിയസ് പെരിബസ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, ഗ്രീക്ക് ടേമാണ് സെറ്റീരിയസ് പെരിബസ്. മറ്റെല്ലാ കാര്യങ്ങളും സമമായിരിക്കെ, മറ്റെല്ലാ കാര്യങ്ങളും എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ബോർഡിൽ എഴുതി കാണിച്ചു തരാം. മറ്റെല്ലാ കാര്യങ്ങളും സമമായിരിക്കെ എന്നുള്ളതിൽ ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡിമാൻഡിൻ്റെ മീനിങ് പറഞ്ഞു, ഇതെല്ലാം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ദ ക്വാണ്ടിറ്റി demanded of a commodity determined by, it is the function of, ഏതാണ് നേരത്തെ പറഞ്ഞു, പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി അല്ലേ? പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, പ്രൈസസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ദെൻ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ്, അതേപോലെ തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻ, പോപ്പുലേഷൻ, കുറേ പോയിന്റ് ഉണ്ട് ഇങ്ങനെ എക്സെട്ര 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 നിങ്ങളങ്ങനെ രീതിയിൽ പോകും. അപ്പോൾ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ഡിറ്റർമിൻഡ് ബൈ ദ സം ഓഫ് ദി ഫാക്ടേഴ്സ്, പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി, ഇൻകം, അങ്ങനെയുള്ള ഈ പോയിന്റുകളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ആണ് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡിൽ അല്ലെങ്കിൽ ചോദന നിയമം എന്തെന്ന് പറഞ്ഞാൽ, other things remain the same, price and quantity demanded are inversely related.
ആ തിയറിയുടെ തുടക്കം ഇങ്ങനെയാണ്, അതർ തിങ്സ് റിമൈനിങ് സെയിം. ഈ അതർ തിങ്സ് റിമൈനിങ് സെയിം എന്നുള്ളതിൻ്റെ മറ്റൊരു പേര്, ഗ്രീക്ക് ടേമാണ് സെറ്റീരിയസ് പെരീബസ് എന്ന് പറയുന്നു. സെറ്റീരിയസ് പെരീബസ്. ആ ടേമിൻ്റെ അർത്ഥം മറ്റ് എല്ലാ കാര്യങ്ങളും സമമായിരിക്കെ. മറ്റെല്ലാ കാര്യങ്ങളും എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പ്രൈസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, പ്രിഫറൻസ്, അങ്ങനെ ഓരോന്നുണ്ട്. ഇതിലെ മറ്റെല്ലാ കാര്യങ്ങളും സമമായിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡിമാൻഡിൻ്റെ തിയറിയിൽ പ്രൈസ് മാത്രമാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് എടുക്കുന്നത്. പ്രൈസ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് പ്രൈസ് എടുക്കുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും സമമായിരിക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവയുടെ ഇഫക്റ്റ് എല്ലാം സമമായിരിക്കെ other things remain the same, price and quantity demanded are inversely related. Price and quantity demanded are inversely related. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും അതിൻ്റെ പ്രൈസും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് എന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ വില കൂടിയാൽ, ഇഫ് ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ ടു ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതർ തിങ്സ് റിമൈൻ സെയിം, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. 1 കിലോഗ്രാം ആപ്പിളിന് ഇപ്പോഴുള്ള വില 180 എന്ന് വിചാരിക്കാം. എത്ര കിലോ വാങ്ങിക്കും നിങ്ങൾ? 10 കിലോ വാങ്ങിക്കോ? ഇല്ലല്ലേ, 10 കിലോ ഒന്നും വാങ്ങിക്കില്ല. എന്ത് ചെയ്യുള്ളൂ? കയ്യിലുള്ള വരുമാനം അല്ല നിങ്ങളുടെ ഇൻകം അനുസരിച്ചുകൊണ്ട് 1 കിലോനോ, വീട്ടിൽ അത്യാവശ്യമാണെങ്കിൽ ഒരു 1.5 കിലോനൊക്കെ വാങ്ങിക്കും. സപ്പോസ് ദ പ്രൈസസ് ഓഫ് ദ ആപ്പിൾ ഡിക്രീസസ് ടു 180 to 50 rupees. ഒരു എക്സാമ്പിൾ പറയണം, 50 രൂപയിലേക്കൊന്നും കുറയില്ല. എന്നാലും ഞാൻ പറയാണ്, 180 രൂപയിൽ നിന്ന് ആപ്പിളിൻ്റെ വില, 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 50 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ആദ്യത്തെ വില, പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി, ആദ്യത്തെ വില 180, രണ്ടാമത്തെ വില 50 ആയിട്ട് മാറി എന്ന് വിചാരിക്കാം. നിങ്ങൾ ആദ്യം വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി 1 കിലോഗ്രാം എന്നുണ്ടെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താവും? 1 കിലോ വാങ്ങിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ നിങ്ങളൊരു 5 കിലോഗ്രാം വാങ്ങിക്കും. ഈ റിലേഷൻഷിപ്പാണ് ഏതെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതർ തിങ്സ് റിമൈൻ സെയിം, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ദാറ്റ് ഈസ് ദ തിയറി റിലേറ്റഡ് ടു ലോ ഓഫ് ഡിമാൻഡ്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് ഒക്കെയാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ദ ഡിമാൻഡ് ഓഫ് വൺ ഹൗസ് ഹോൾഡ് ഓർ വൺ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്. ദ ഡിമാൻഡ് അല്ലപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വിലയ്ക്കനുസരിച്ചുകൊണ്ട് ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഡിമാൻഡിനെ എന്തെന്ന് വിളിക്കുന്നു? ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. എന്നാൽ അതും ഒരു സൊസൈറ്റിയിലെ എല്ലാ ഹൗസ് ഹോൾഡുകളുടെയും, കുറേ ഹൗസ് ഹോൾഡ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറേ വീടുകളുണ്ടെന്ന് വിചാരിക്കുക, ആ കുറേ വീടുകളുടെ എല്ലാവരുടെയും ഡിമാൻഡിനെ എന്തെന്ന് വിളിക്കുന്നു? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കും. മാർക്കറ്റ് ഡിമാൻഡ്. ദ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് നോൺ ആസ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റിലുള്ള ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച് കൊണ്ട് എല്ലാ ഹൗസ് ഹോൾഡുകളുടെയും ഡിമാൻഡിനെ എന്തെന്ന് വിളിക്കുന്നു? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. അടുത്തതാണ് ഡിമാൻഡുമായിട്ട് അടുത്ത ടോപ്പിക്കാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ്. ഇപ്പം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ that shows the relationship between price and quantity demand. വിലയും, ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും കാണിക്കുന്ന റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ എന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നു.
ഡിമാൻഡ് കർവ്. ആ ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. ഡിമാൻഡ് കർവിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, വൈ ആക്സിസും അതേപോലെ തന്നെ എക്സ് ആക്സിസും. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ ആ ഡിമാൻഡ് കർവ് എന്തായിരിക്കുള്ളൂ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുള്ളൂ. കാരണം ഈ ഭാഗത്ത് അല്ലെങ്കിൽ വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ്. അപ്പോൾ ദർ വാസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. നമുക്ക് ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഒന്ന് നോക്കാം. സപ്പോസ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ഇവിടെ 180 രൂപ 1 കിലോഗ്രാം ആപ്പിളിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് 1 കിലോഗ്രാം ആപ്പിൾ. സപ്പോസ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിക്രീസസ് ടു 50 rupees, 50 രൂപയായിട്ട് വില കുറഞ്ഞു എന്ന് വിചാരിക്കുക. വില കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ടു 5 കിലോഗ്രാം ആപ്പിൾ. അപ്പോൾ ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ വരയ്ക്കുന്നുവെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യണത് വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴോട്ട് ചെരിഞ്ഞ് വരാനുണ്ടായ കാരണം? അതിന് റീസൺസ് പലതുണ്ട്. ആ റീസൺസിൽ ഏറ്റവും ആദ്യത്തേതാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഇഫക്റ്റ്. ഫസ്റ്റ് വൺ, പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ദ ഇഫക്റ്റ് ഓഫ് ദ പ്രൈസ്, വിലയുടെ കാരണം കൊണ്ട്. ഒരു വസ്തുവിൻ്റെ വിലയുടെ കാരണം കൊണ്ട് ആ വസ്തുവിൻ്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ പഠിച്ചത്? ഇഫ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താവും? ഡിക്രീസസ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്തായിരിക്കാം? വെൻ ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഇഫക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് ഇഫക്റ്റിനോടുകൂടി രണ്ട് കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രൈസ് ഇഫക്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഇഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഒരുമിക്കുമ്പോഴാണ് എന്ത്, അല്ലെങ്കിൽ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് ഇഫക്റ്റും കൂടി ഒരുമിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്? ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഒരുമിക്കുമ്പോഴാണ് പ്രൈസ് ഇഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇൻകം ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം. ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ, വരുമാനം കൂടുമ്പോൾ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൂടിക്കഴിഞ്ഞാൽ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറ്? 10 രൂപ ഉണ്ടായിരുന്നു, 10 രൂപയ്ക്ക് നിങ്ങളൊരു ചായ പിടിച്ചു. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള വരുമാനം 10 രൂപ എന്നുള്ളത് 50 രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭക്ഷണം കഴിക്കില്ലേ? എന്ത് ചെയ്യുക? നിങ്ങൾ ആ 10 രൂപയിൽ നിന്ന് 50 രൂപയായിട്ട് നിങ്ങളുടെ ഇൻകം വർദ്ധിച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ കൺസംഷൻ വർദ്ധിക്കും, അല്ലേ? ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമറുടെ ഇൻകവും അതിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാ? വസ്തുവിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാ? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻകം ഇഫക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് വിശദീകരിക്കാം. ഇൻകം ഇഫക്റ്റിൽ ഒരു കൺസ്യൂമറുടെ വരുമാനം കൂടി, ഇൻകം കൂടിയാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? അത് വർദ്ധിക്കും, അല്ലേ? അതേപോലെ തന്നെ ഇൻകം കുറഞ്ഞാലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു വ്യക്തിയുടെ വരുമാനവും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഞാൻ ഇൻകം ഇഫക്റ്റിൻ്റെ ഒരു തിയറി പറയാം. അല്ലെങ്കിൽ വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ആൾസോ ഇൻക്രീസസ്. ആ ഇഫക്റ്റിന്, ദാറ്റ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് ഇൻകം ഇഫക്റ്റ്.
അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇഫക്റ്റ് ഉണ്ട്? ഇൻകം ഇഫക്റ്റും പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഉണ്ട്. നമുക്ക് ഇൻകം ഇഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഇഫക്റ്റിൻ്റെ കാരണം കൊണ്ട് ഇൻകം ഇഫക്റ്റിലും അല്ലെങ്കിൽ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും തമ്മിൽ ഒരുമിച്ചുള്ളതാണ് എന്നുള്ളത് ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കൽ ഏരിയ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകൾ എന്ന് പറയുന്നത് എന്താ അറിയോ? ഇല്ല അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പാൻറ്റും ഷർട്ടും അതിനെനിക്ക് എന്ത് ചെയ്യാം? ഷർട്ടും മുണ്ടും ആക്കാം. നിങ്ങൾ ഇടുന്ന ചുരിദാറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെ സാരിയിലേക്ക് പോവാം, അതല്ലെങ്കിൽ പർദ്ദയിലേക്ക് പോവാം. പിന്നെ എന്തൊക്കെയാണ് ഡ്രസ്സുകൾ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇഷ്ടമുള്ള ഡ്രസ്സിലേക്ക് പോവാം. ഞാനിവിടെ എഴുതുന്ന അല്ലെങ്കിൽ മാർക്കറിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എനിക്കിവിടെ എഴുതാം. ബോർഡാണെങ്കിൽ ചോക്ക് ഉപയോഗിച്ചിട്ട് എഴുതാം അല്ലേ? ചെരുപ്പിന് പകരം എനിക്ക് ഷൂ ധരിക്കാം, ഷർട്ടിന് പകരം ടീഷർട്ട് ധരിക്കാം. അപ്പോൾ ഒരു വസ്തുവിനെ പകരം വെക്കാവുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകൾ എന്ന് പറയുന്നത്. ടീക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? കോഫിയാണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ വില കുറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഞാൻ പറയുന്ന തിയറി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ളതിൻ്റെ തിയറി ആണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ടീ ആൻഡ് കോഫി എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് എന്തെടുക്കുക? ടീ ആൻഡ് കോഫി എന്നുള്ള രീതിയിൽ എടുക്കുക. ടീ ആൻഡ് കോഫി. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കുറയുമ്പോൾ, സപ്പോസ് ടീയുടെ പ്രൈസ് കുറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കുറയുമ്പോൾ, ആ വില കുറയുമ്പോൾ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകത്തിൽ വർധനവുണ്ടാവും. ഒരു കൺസ്യൂമറുടെ റിയൽ ഇൻകത്തിൽ വർധനവുണ്ടാവും. കാരണം ആദ്യം അയാൾ രണ്ടിനെയും ടീക്കും കോഫിക്കും എന്താണ്? ഒരേ വിലയാണ്. രണ്ടിന് ആദ്യം കിലോഗ്രാമിന് 50 രൂപ എന്ന് വിചാരിക്കുക. 50 ഒന്നല്ല, എന്നാലും വിചാരിക്കുക 50 രൂപ. അപ്പോൾ രണ്ടിനെയും 50 രൂപ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ചായപ്പൊടിയുടെ വില, ടീയുടെ വില കിലോഗ്രാമിന് 50 എന്നുള്ളത് 40 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെ 40 രൂപയായിട്ട് കുറയുമ്പോൾ കൺസ്യൂമർക്ക് മെൻ്റലി എന്താ സംഭവിക്കുക? നമ്മൾ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അല്ലേ, കൺസ്യൂമറിൻ്റെ മെൻ്റലി എന്ത് സംഭവിക്കുന്നു? അയാളുടെ റിയൽ ഇൻകം വർദ്ധിക്കും. ആ റിയൽ ഇൻകം വർദ്ധിക്കുകയും ആ വർദ്ധിച്ച റിയൽ ഇൻകം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഏത് വസ്തുവിൻ്റെയാണോ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏത് വസ്തുവിൻ്റെയാണോ വില കുറഞ്ഞത്, ആ വില കുറഞ്ഞ പ്രോഡക്റ്റ് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കുറയുമ്പോൾ ആ വില കുറഞ്ഞ പ്രോഡക്റ്റ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വർദ്ധിച്ച റിയൽ ഇൻകം കൊണ്ട് കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഇഫക്റ്റിനെ എന്തെന്ന് വിളിക്കുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റുകൾ, കുറേ പോയിന്റുകളുണ്ട്, 3 പോയിന്റുകളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പറയേണ്ടത്. പ്രൈസ് ഇഫക്റ്റ് എന്താ? When the prices of the commodity decreases, the real income of the consumer increases. That increased real income he spent for buying more commodity at a lesser price. ഏത് പ്രോഡക്റ്റ് ആണോ വില കുറഞ്ഞത്, ആ വില കുറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുന്നു. അതാണ് പ്രൈസ് ഇഫക്റ്റ്. ആ പ്രൈസ് ഇഫക്റ്റിന് 2 ഇഫക്റ്റ് അല്ലെങ്കിൽ 2 ഇഫക്റ്റ് ചേർന്നതാണ് പ്രൈസ് ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും. ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? When the income of the consumer increases, അദ്ദേഹം എന്താ ചെയ്യുക? ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസ് ചെയ്താൽ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ വർദ്ധിച്ച അയാളുടെ വരുമാനം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്?
പ്രോഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ദെൻ അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇത് പഠിയുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ടീ ആൻഡ് കോഫി, ചുരിദാർ, സാരി, പാൻറ്, ഷർട്ട്, അങ്ങനെ ഷർട്ട്, ടീഷർട്ട് എന്നൊക്കെയുള്ളതൊക്കെ ഇതിൻ്റെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളാണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കുറയുമ്പോൾ കൺസ്യൂമറിൻ്റെ എന്ത് സംഭവിക്കുന്നു? റിയൽ ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു? റിയൽ ഇൻകം വർദ്ധിക്കുകയും വർദ്ധിച്ച റിയൽ ഇൻകം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? വില കുറഞ്ഞ പ്രോഡക്റ്റ് ഏതാണോ ആ വില കുറഞ്ഞ പ്രോഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ഇഫക്റ്റാണ്, ഈ 3 ഇഫക്റ്റാണ് എന്താണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓരോന്ന് പറയാം. ഫസ്റ്റ് വൺ, പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസസ് ഓഫ് കമ്മോഡിറ്റി, സാധനത്തിൻ്റെ വില. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അല്ലേ? പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദെൻ രണ്ടാമത് പറഞ്ഞത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ എന്താ ഇൻകം. കൺസ്യൂമറുടെ ഇൻകം ഇതിൽ 2 പോയിന്റ് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, നോർമൽ ഗുഡിൻ്റെ കേസിൽ നോർമൽ ഗുഡും ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാമത് ഇൻഫീരിയർ ഗുഡും ഉണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നോർമൽ ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്ന ഗുഡുകളാണ് നോർമൽ ഗുഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ് വേറെ എവിടുന്നോ വാങ്ങിക്കണമെന്ന് അർത്ഥമല്ല കേട്ടോ, അതും കടയിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്നതാണ്. നോർമൽ ഗുഡ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് യഥാർത്ഥത്തിൽ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുഡുകളാണ് ഏതെന്ന് പറയാം? നോർമൽ ഗുഡുകൾ എന്ന് പറയാം. നോർമൽ ഗുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും വർദ്ധിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള ഗുഡുകളാണ് ഏതെന്ന് പറയുന്നത്? നോർമൽ ഗുഡുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കേസുണ്ട്, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയാം താണതരം വസ്തുക്കൾ എന്നാണ് പറയാം. താണതരം വസ്തുക്കൾ. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സൈക്കിളാണ്. ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പോയിരുന്നത്. എന്നാൽ എനിക്ക് വരുമാനമൊക്കെ വർദ്ധിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബൈക്ക് വാങ്ങിച്ചു. അപ്പോൾ ബൈക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് സൈക്കിളിനെ നോക്കുമ്പോൾ, ബൈക്കിനെ കമ്പയർ ചെയ്ത് സൈക്കിളിനെ നോക്കുമ്പോൾ സൈക്കിൾ ഒരു ഇൻഫീരിയർ ഗുഡായിട്ട് തോന്നുന്നു. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗ, പണ്ട് ഗ്യാസ് ഉണ്ടായിരുന്നില്ല, അന്ന് മണ്ണെണ്ണ സ്റ്റൗ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗ്യാസ് സ്റ്റൗ വന്നപ്പോൾ മണ്ണെണ്ണ സ്റ്റൗ എന്ത് ഗുഡായി മാറി? ഇൻഫീരിയർ ഗുഡായിട്ട് മാറി. എനിക്ക് എൻ്റെ മുന്നുണ്ടായിരുന്ന സൈക്കിള്, ബൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ സൈക്കിൾ എന്ത് ഗുഡായി മാറി? ഇൻഫീരിയർ ഗുഡായിട്ട് മാറി. ഇൻഫീരിയർ, താണതരം. എനിക്കിപ്പോൾ അത് നോക്കുമ്പോൾ എനിക്കതായിട്ട് പോരാ എന്നുള്ളൊരു തോന്നൽ, ഇൻഫീരിയോറിറ്റി ആ പ്രോഡക്റ്റിന് അത്ര ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അതാണ് ഇൻഫീരിയർ ഗുഡ്. ഞാൻ അതിൻ്റെ കറക്റ്റ് മീനിങ് ഒന്നല്ല പറഞ്ഞത്, ഞാനൊരു എക്സാമ്പിളിനോട് റിലേറ്റ് ചെയ്തിട്ട് പറയാണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയണത് നമ്മുടെ കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെയുള്ള ഗുഡുകളാണ് ഇൻഫീരിയർ ഗുഡുകൾ എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വരുമാനം വർദ്ധിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സാധാരണ എൻ്റെ കയ്യിൽ സൈക്കിളായിരുന്നു. സൈക്കിൾ ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചു വെക്കോ? ഇല്ല. എന്താ ചെയ്യുക? ഞാൻ എൻ്റെ കയ്യിലുള്ള വരുമാനം വർദ്ധിച്ചപ്പോൾ
ഞാൻ വർദ്ധിച്ച അല്ലെങ്കിൽ ഇൻകം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനേക്കാൾ എൻ്റെ കയ്യിലുള്ള ഗുഡിനേക്കാൾ സുപ്പീരിയർ കൊമ്മോഡിറ്റിയിലേക്ക് മാറി, സൈക്കിളിൽ നിന്ന് ബൈക്കിലേക്ക് മാറി. അങ്ങനെ ആ ബൈക്കിലേക്ക് മാറുന്നത് എന്താണ്? അപ്പോൾ ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്കിൾ എന്തായിട്ട് മാറുന്നു? ഇൻഫീരിയർ ഗുഡാണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് എന്താ? കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ആ വസ്തുക്കളുടെ ഡിമാൻഡ് കുറയുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഗുഡുകളെ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫീരിയർ ഗുഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ഉണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഉണ്ട്, ദെൻ മൂന്നാമത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രൈസസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് പ്രൈസസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് നേരത്തെ എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലോ, ഡൗട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡ് പറയാം. കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത് ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗുഡുകൾ. നമ്മുടെ ഒരു കൺസംഷന് വേണ്ടിയിട്ട് ഒരു ഗുഡ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗുഡിൻ്റെ സഹായം വേണം. ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പെട്രോൾ വേണം. അപ്പോൾ ബൈക്കും പെട്രോളും എന്താ? കോംപ്ലിമെൻ്ററി ഗുഡാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അല്ലേ, ഞങ്ങൾ അയച്ചു തരുന്ന വീഡിയോ ഒക്കെ കാണുന്ന മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ബാറ്ററി വേണം, സിമ്മും വേണം. അപ്പോൾ ബാറ്ററിയും സിമ്മും ഒക്കെ എന്താ? ആ മൊബൈലിൻ്റെ കോംപ്ലിമെൻ്ററി ഗുഡുകളാണ്. കാറിന് പെട്രോള് അല്ലേ, പാൻറ്റിന് ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും അതൊരു കോംപ്ലിമെൻ്ററി ഗുഡാണ്. ദെൻ ഷർട്ടും വെള്ളമുണ്ടും കോംപ്ലിമെൻ്ററി ഗുഡാണ്. ക്ലിയർ ആയോ? അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത് ഒരു ഗുഡ് വർക്ക് ചെയ്യാൻ മറ്റൊരു ഗുഡിൻ്റെ സഹായം വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുഡുകളെ എന്തെന്ന് വിളിക്കുന്നു? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നു. കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അപ്പം നമ്മൾ പറഞ്ഞു പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റും പ്രിഫറൻസസും പറഞ്ഞിട്ടില്ലല്ലേ, ഇത് കഴിഞ്ഞിട്ട് പറയാം. പ്രൈസസ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ഗുഡ്സും പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡൊക്കെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡാണ്. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് നമ്മുടെ ഡിമാൻഡ് നിർണ്ണയിക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു ഏതെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ഫുഡ് കോർട്ടുകൾ, പല ടൗണുകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും ഫുഡ് കോർട്ടുകൾ കാണും. ഇപ്പം ഞങ്ങളുടെ നാടുകളിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് കോർട്ടുണ്ട്, എരമംഗലം ഭാഗത്ത് ഒരു ഫുഡ് കോർട്ടുണ്ട്, വിളയങ്കോട് എരമംഗലം ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി ഫീൽ ചെയ്തു. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ തിയറി? ദ സാറ്റിസ്ഫാക്ഷൻ പവർ ഓഫ് എ കൊമ്മോഡിറ്റി. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ പവർ ഓഫ് ദ കൊമ്മോഡിറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ ആ കടയിൽ നിന്ന് എൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എനിക്ക് പോസിറ്റീവായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീണ്ടും അതിലൂടെ പോകുമ്പോൾ ആ കടയിൽ കയറാൻ ശ്രമിക്കില്ലേ? അപ്പോൾ അവിടെ ഡിമാൻഡ് വർദ്ധിക്കില്ലേ? അപ്പോൾ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്ത് റിലേഷൻഷിപ്പാണ് ഡിമാൻഡിനോട്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. There is a positive relationship between taste and preference and the demand for a commodity. ഇനിയും കുറേ പോയിന്റുകളുണ്ട്. ബാങ്ക് ബാലൻസ്, ക്വാളിറ്റി, പോപ്പുലേഷൻ, ഇതൊക്കെയുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള നമ്മളെല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ബന്ധപ്പെട്ട് അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഭാഗം കൂടിയാണ്. അത് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നോക്കാം. ഓക്കെ.